2011 ഖത്തർ ഭരണാധികാരി ഈ നാഷണൽ സ്പോർട്സ് ഡേ പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ആസ്കർ സോണിലേക്ക് ഒന്ന് പോകുന്നിടത്താണ്. ഇവിടെയാണ് ഈ സ്പോർട്സ് ഡേയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലം. ഈ ഒരു ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ട്രാഫിക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ റോഡിന് ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വില്ലാജ് മാൾ. സ്പോർട്സിന് വേണ്ടി ഒരു ദിവസം 2011 ഖത്തർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ 2012 ഫെബ്രുവരിയിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ നടന്നത്. ഇത് GCCയിൽ ഒരു രാജ്യം സ്പോർട്സിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു ദിവസം മാറ്റിവെക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാം ഈ ഒരു സ്പോർട്സ് ഡേക്ക് അവധിയാണ്. ഇപ്പോൾ ഇവിടുത്തെ തിരക്കെണ്ണ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നു, ഈ ഒരു ദിവസം ആഘോഷിക്കുന്നു എന്നുള്ള. എത്രമാത്രം ജനങ്ങളാണ് ഇവിടെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായിട്ട് വീഡിയോ എടുക്കുന്നില്ല. കാരണം നമുക്ക് ആരുടെയും മുഖം വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജനറലായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് ആസ്പെയർ പാർക്ക് നിറഞ്ഞ ജനങ്ങളാണ്. ഇവിടെ ആസ്പെയറിലെ തടാകത്തിൽ അരയന്നങ്ങളൊക്കെ നീന്തി തുടിക്കുന്നുണ്ട്. അങ്ങകലെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. ജനസാഗരമാണ് ഇന്നിപ്പോൾ ഇവിടെ സ്പോർട്സ് ഡേക്ക്. 2011 ഖത്തർ ഭരണാധികാരി ഈ നാഷണൽ സ്പോർട്സ് ഡേ പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ കായിക വിനോദങ്ങളോട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുക, അതുപോലെ പൊണ്ണത്തടിയും മറ്റനുബന്ധ അസുഖങ്ങളുമൊക്കെ കുറയ്ക്കുക എന്നുള്ളതെല്ലാം ഖത്തറിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. എന്തായാലും ആ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് ഖത്തറിന് സാധിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 2026 ഫെബ്രുവരിയിലെ 2ാമത്തെ ചൊവ്വാഴ്ച ഖത്തർ നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. ജനങ്ങളെല്ലാം അതിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലേക്ക് വെച്ച് സ്പോർട്സിനായി ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. അപ്പോൾ എല്ലാവരും സ്പോർട്സ് ഡേ എൻജോയ് ചെയ്യുന്നു. നിങ്ങളും ഇവിടെ വരെ വന്നില്ലെങ്കിൽ വരൂ. ഏകദേശം 1 മണി 2 മണി വരെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി സ്പോർട്സ് ഡേ.